നമസ്കാരം. വന്യജീവി സംരക്ഷണത്തിൽ കാട്ടുന്ന ഉത്സാഹം മനുഷ്യരുടെ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുന്നതിൽ വനം വന്യജീവി വകുപ്പിനില്ലെന്ന് തെളിയിക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ. വയനാട്ടിൽ വനാതിർത്തി പ്രദേശങ്ങളിൽ തുടർന്ന കടുവാശല്യം വൻ പ്രതിസന്ധിയാണ് ജനങ്ങൾക്കും വനം വകുപ്പിനും സൃഷ്ടിക്കുന്നത്. തമിഴ്നാട്ടിലെ മുതുമല, കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗരഹോള കടുവാ സങ്കേതങ്ങളോട് ചേർന്നു കിടക്കുന്നതാണ് വയനാടൻ കാടുകൾ. പ്രായാധിക്യമോ പരിക്കുകളോ മൂലം വനത്തിൽ ഇര തേടാൻ ശേഷി നഷ്ടമായ കടുവകളാണ് കാടിറങ്ങുന്നതിൽ അധികവും. വിശപ്പകറ്റാനുള്ള വക നാട്ടിൻപുറങ്ങളിൽ തേടുന്ന അവ മനുഷ്യജീവൻ ഉയർത്തുന്നത് കടുത്ത ഭീഷണി തന്നെയാണ്. കാടുപിടിച്ച തോട്ടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന കടുവകൾ രാത്രിയാണ് തൊഴുത്തുകളും ആട്ടിൻകൂടുകളും ലക്ഷ്യമിട്ട് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് പുറത്തിറങ്ങാൻ ജീവൻ പണയം വെക്കണമെന്ന അവസ്ഥയിലാണ് വയനാട്ടുകാർ. വയനാട് ആവർത്തിക്കുന്ന കടുവ ആക്രമണം ജില്ലയിൽ വനാതിർത്തി പ്രദേശങ്ങളിൽ വസിക്കുന്നവരുടെ ഉറക്കം കെടുത്തുകയാണ്. ജനവാസ കേന്ദ്രത്തിൽ എത്തുന്ന വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത നടപടിക്രമങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ 72 നിയമം ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം 2024 ഫെബ്രുവരി 14 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിൽ ഐക്യകണ്ഠേന പാസാക്കിയിരുന്നു. പ്രമേയത്തിന്റെ പകർപ്പ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഫെബ്രുവരി 27 അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനോടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ല. ഇതും വനം മേഖലയിൽ പ്രതിസന്ധിയാണ്. വനം വകുപ്പും പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി 2023 വയനാട് മേഖലയിൽ നടത്തിയ കണക്കെടുപ്പിൽ കണ്ടെത്തിയത് 84 കടുവകളെയാണ്. ഈ 84 കടുവകളിൽ 69 എണ്ണത്തിനെ വയനാട് വന്യജീവി സങ്കേതത്തിലും 8 എണ്ണത്തിനെ വയനാട് നോർത്ത് ഡിവിഷനിലും 7 എണ്ണത്തിനെ വയനാട് സൗത്ത് ഡിവിഷൻ പരിധിയിലുമാണ് കണ്ടെത്തിയത്. 2022 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിൽ 213 കടുവകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. 84 കടുവകൾക്ക് വിഹരിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥയ്ക്കുള്ള വനശ്രുതി വയനാട്ടിൽ ഇല്ലെന്നാണ് വിലയിരുത്തുന്നത്. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജീവൻ പൊലിയുകയാണ്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി താറാട്ട് ഉന്നതിയിലെ രാധയെ കാപ്പി വിളവെടുപ്പിന് പഞ്ചാരക്കൊല്ലിയിലെ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടെയാണ് കടുവ ആക്രമണത്തിനിടയായത്. നോർത്ത് വയനാട് വനം ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിൽ തലപ്പുഴ സെക്ഷൻ പരിധിയിലാണ് പഞ്ചാരക്കൊല്ലി. വനത്തോട് ചേർന്നാണ് ഈ പ്രദേശം. 2023 ജില്ലയിൽ 2 പേരുടെ ജീവനാണ് കടുവ എടുത്തത്. വടക്കേ വയനാട്ടിലെ പുതുശ്ശേരി വെള്ളാരംകുന്ന് പള്ളിപ്പുറം തോമസ്, തെക്കേ വയനാട്ടിലെ വാഗേരി മൂടക്കൊല്ലി, കൂടല്ലൂർ മരോട്ടിപ്പറമ്പിൽ പ്രജീഷ് എന്നിവരാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. കൃഷിയിടത്തിൽ ജനുവരി 11 തോമസിനെ കടുവ ആക്രമിച്ചത്. നോർത്ത് വയനാട് വനം ഡിവിഷന് പരിധിയിലാണ് പുതുശ്ശേരി വെള്ളാരംകുന്ന്. ഡിസംബർ 9 പകൽ കൃഷിയിടത്തിലായിരുന്നു പ്രജീഷിന്റെ ദാരുണാന്ത്യം. രാവിലെ പശുക്കൾക്ക് പുല്ലരിയാൻ പോയ പ്രജീഷ് ഉച്ച കഴിഞ്ഞും തിരിച്ചെത്തിയില്ല. ഇതേ തുടർന്ന് ജ്യേഷ്ഠൻ മജീഷ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇടതു കാൽമുട്ടിന് മുകളിലേക്ക് ഭാഗം കടുവ ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തിനിടെ വയനാട് വന്യജീവി സങ്കേതം, നോർത്ത് സൗത്ത് വയനാട് വനം ഡിവിഷൻ പരിധികളിൽ 8 പേരെയാണ് കടുവ കൊന്നത്. 2015 3 പേരെ കടുവ കൊന്നു. 2015 ഫെബ്രുവരിയിൽ വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ റേഞ്ചിൽപ്പെട്ട നൂൽപ്പുഴ പുത്തൂർ കൊല്ലിയിൽ ഭാസ്കരനെയാണ് കടുവ കൊലപ്പെടുത്തിയിരുന്നത്. ജൂണിൽ വന്യജീവി സങ്കേതത്തിലെ കുറിച്യാട് വനത്തിൽ ആദിവാസി യുവാവ് ബാബുരാജിനെ കടുവ കൊന്നു. വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിൽപ്പെട്ട കക്കേരി ഉന്നതിയിലെ ബസവയാണ് 2015 കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമൻ. വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് വാച്ചറായിരുന്നു ബസവ. 2019 ഡിസംബറിൽ വടക്കനാട് പച്ചാടി ഉന്നതിയിലെ ജഡയനെയാണ് കടുവ പിടിച്ചത്. വീടിനടുത്ത് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു ജഡയൻ. കാര്യൻപാതി ബസവൻ കൊല്ലിയിലെ ശിവകുമാർ ആയിരുന്നു കടുവയുടെ അടുത്ത ഇര. 2020 ജൂൺ 17 ശിവകുമാർ കൊല്ലപ്പെട്ടത്. ചെതലസ്റ്റ് ഫോറസ്റ്റ് റേഞ്ചിലെ കാര്യൻപാതി വതക്കുന്ന് വനത്തിലാണ് തലയും വലതു കൈയും കാൽമുട്ടുകൾക്കും താഴെയുള്ളതും ഒഴികെ ശരീരഭാഗങ്ങൾ കടുവ ഭക്ഷിച്ച നിലയിൽ ശിവകുമാറിനെ മൃതദേഹം കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയതായിരുന്നു ശിവകുമാർ. ബത്തേരി പച്ചാടിക്കടുത്ത് വനം വന്യജീവി വകുപ്പ് സ്ഥാപിച്ച വന്യമൃഗ അഭയ കേന്ദ്രത്തിൽ 4 വീതം ആൺ പെൺ കടുവകളുണ്ട്. 2022 മുതൽ പിടികൂടിയ കടുവകളാണ് കേന്ദ്രത്തിലുള്ളത്. 2006 മുതൽ ഇതുവരെയായി 5 തവണ നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിൽ കടുവകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്.